പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. ഈശോയെ, സമയം വ്യർത്ഥമല്ലാത്ത ചിന്തകൾ, ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ, തെറ്റിപ്പോയ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഒരു വഴി നടന്ന് തീർക്കുമ്പോൾ തന്നെയാണ്
അയ്യോ അവിടെ തന്നെ വഴി തെറ്റിപ്പോയെന്ന് പറഞ്ഞ് തിരിച്ചു നടക്കേണ്ടി വരുന്ന ഓരോ വിഷയത്തിനും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ കർത്താവ് നിന്നെ അതിൽ നിന്നെ രക്ഷിക്കുകയും നിൻ്റെ സമയത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ, നിൻ്റെ ദുർച്ചെലവിനെയും പണനഷ്ടത്തെയും കർത്താവ് സംരക്ഷിക്കട്ടെ. നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ കർത്താവ് അത് തുടക്കത്തിലേ തിരുത്തിക്കൊണ്ട് നിന്നെ അവിടുന്ന് സമയത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഉണ്ടാകുന്ന വൃഥാ വ്യായാമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വൃഥാ ചെലവഴിക്കലിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകളുടെ ലക്ഷ്യങ്ങൾ, നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യാത്രകൾ, അതിനുവേണ്ടി വരുന്ന ഓരോ വ്യക്തമായ വ്യക്തികളടുത്ത് മാത്രം നീ സംസാരിക്കാനും, നീ സംസാരിക്കേണ്ട വ്യക്തികൾ നീ സംസാരിക്കുമ്പോൾ നിന്നോട് കൂറുണ്ടാകുന്ന രീതിയിൽ അഭിഷിക്തരാകാനും പരിശുദ്ധ ദേവമാതാവിനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, നിൻ്റെ സംസാരത്തെ ഏൽപ്പിക്കുന്നു, നിൻ്റെ സഹവർത്തത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവവേദന നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാഷനെക്കുറിച്ച് ആഴമായി ബോധ്യപ്പെട്ടിട്ട്, ഇതൊക്കെ ഒരു ഏണി പോലെയാണ്. ഏണിയുടെ ഓരോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഏണിയുടെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്തുക. ഏണിക്ക് പല സ്റ്റെപ്പുകളില്ലേ, പക്ഷേ ഏണി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വന്ന് കയറിയാവാം. പക്ഷേ പരിശുദ്ധാത്മാവിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നെങ്കിൽ ലിഫ്റ്റ് പോലെയാണത്. നമുക്ക് മുമ്പോട്ട് പോകണ പോലെ. മറ്റേ നമ്മളിങ്ങനെ മസിലായിട്ട് ഓരോ എടുത്ത് വെക്കണ്ടേ. എല്ലാത്തരം മെൻ്റൽ പ്രെയർ, വോക്കൽ പ്രെയർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥനകളുണ്ടെങ്കിലും അതിലെ ഏണികയറ്റം പോലെയാണ്. നമ്മൾക്ക് ഒരു തരുന്ന സാധനം ഏണികയറ്റം പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേർക്കും കുറച്ച് ചെയ്യുമ്പോൾ പക്ഷേ ലിഫ്റ്റാണെങ്കിൽ വേർക്കത്തില്ല, നേരെ പോകും. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത്. അമ്മയുടെ മാധ്യസ്ഥം കൂടി ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ്. അത് ലിഫ്റ്റ് പോലെയാണ് സംഭവം. നമുക്ക് ടൈം കൺസ്യൂമല്ല. പക്ഷെ നമ്മൾ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാൽ, യോഗ കാണിച്ചാലും വേറെ എന്ത് അഭ്യാസം, പരിശുദ്ധാത്മാവില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. അപ്പം അതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പ്രയറിൽ എപ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ കുറേ വായിക്കുകയും പ്രാർത്ഥിക്കുകയും, കാര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണല്ലോ പ്രാർത്ഥനയുടെ എല്ലാം കിട്ടണം. നമുക്ക് സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ അതൊക്കെ ഒന്നുമില്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഇല്ലാതെ നമുക്ക് ഒരു പൂർണ്ണമായ ദൈവാനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ പ്രാർത്ഥന ഇപ്പം നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ, ഇപ്പം നമ്മളുടെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ. അപ്പം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വൃത്തിയും വിനയമായിട്ട് മറുപടി പറയാൻ തയ്യാറായിരിക്കണം. എന്താണ് മറുപടി? എന്താ? വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ? നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് കാറ്റഗോറിക്കൽ ആൻസർ പറയാൻ തയ്യാറായിരിക്കണം. തെറ്റാത്ത എന്താണ്? വൈ ദൈവം ചോദിക്കുകയാണ്, എന്താണ്? വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ? അതിന് മര്യാദക്കൊരു ഉത്തരം പറഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും. എന്താണ്? നീ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിൻ്റെ വിസ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിസ പുതുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീ ഇങ്ങനെ ഓരോ കാര്യം, നിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയ്യോ രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനൊക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം ഒരു ഒറ്റ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. എന്താണ്? വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ? ഞാൻ എന്തുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കണം? എന്തുകൊണ്ട് കേൾക്കണം? അപ്പം നമ്മൾ നൈയാമികമായിട്ട് പറയും, കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവം എൻ്റെ ഫാദറാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമെന്ന് പറയും. അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാവുന്ന ന്യായമായ ഉത്തരമാണ്. പക്ഷേ ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവ പൈതൽ എന്ന രീതിയിൽ നമ്മൾ എന്നും കൊന്നും അപ്പന്മാരെ ആശ്രയിച്ചാണോ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ അപ്പൻ്റെ കയ്യെ പിടിച്ചാണോ നടക്കണത്? 2 വയസ്സ് അപ്പൻ്റെ കയ്യെ പിടിച്ച് നടന്നു, നമുക്ക് 20 വയസ്സുള്ളപ്പോൾ അപ്പൻ്റെ കയ്യെ പിടിച്ച് നടക്കുമോ? എവിടെയോ ഒരു ആധ്യാത്മിക സ്വയം പര്യാപ്തത വേണ്ടി വരും. ഈ ആധ്യാത്മിക സ്വയം പര്യാപ്തത നേടിയെടുക്കണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അവന് ആസ്തിഭദ്രത ഉണ്ടാകും. അതുകൊണ്ടാണ് ഈശോ പറയണത് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ. ലൂക്കാ 12:21 ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പം ഈശോ ഒരു പുതിയ സാധ്യത ഓപ്പൺ ചെയ്യാൻ എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത, ഒരു ചാലഞ്ച്. ഇപ്പം സാലറി ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു ഗ്രേസ് ചാലഞ്ച് വെക്കുകയാണ്. ഗ്രേസ് ചാലഞ്ച് എന്താ? ഗ്രേസ് ചാലഞ്ച് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാവുക. ഗ്രേസ് ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുക, നമ്മുടെ മൂല്യവർദ്ധന ഉണ്ടാക്കുക. എന്താണ്? വൈ ഷുഡ് ഐ ഹിയർ യു? അത് എല്ലാ കാലത്തും അതിന് മാന്യമായ ഉത്തരം പറയാൻ പറ്റിയ നമ്മൾ എഫിഷ്യൻറ്റ്, എക്വിപ്ഡ്, വെൽ ആംഡ്